ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു ബോഡി ഷെയ്മിങ് പരാമർശം നടത്തിയതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതായത് പ്രതിപക്ഷ നിരയിലുള്ള പൊക്കം കുറഞ്ഞ ആളുകളെ പരിഹസിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പരാമർശം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം, ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗത്തിനെ ഭരിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയ ഒരാളാണ്. അദ്ദേഹത്തിന് ഇനി പൊക്കം കുറഞ്ഞ ആൾക്കാരുടെ സ്നേഹവും പരിഗണനയും വോട്ടും ഒന്നും വേണ്ടെന്നാണ് തോന്നുന്നത്. പണ്ട് ഈ മണി ഇത്തരത്തിലുള്ളൊരു പരാമർശമൊക്കെ നടത്തുമ്പോൾ അത് വാമൊഴി വഴക്കമെന്നോ നാട്ടുപ്രയോഗമോ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. അതിനൊന്നും മറുപടി കൊടുക്കില്ല. പക്ഷേ പിണറായി വിജയനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നത് അതീവ ഗൗരവ സ്വഭാവത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരാളെന്നാണ്. ഇത്തരം അബദ്ധങ്ങൾ അദ്ദേഹം പറയാറില്ല. എന്താണ് ഇന്ന് നടന്നത് നിയമസഭയിൽ? അതായത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ അതീവ രൂക്ഷമായി നടക്കുന്നുണ്ട്. കാര്യം ഈ സഭയിൽ പ്രതിഷേധം നടക്കുമ്പോൾ തന്നെ ഇതൊന്നും വിഷയമല്ലാത്ത രീതിയിൽ പല ബില്ലുകളും അവിടെ പാസ്സാക്കുന്നുണ്ട്. വോട്ടിനിടുന്നു, മന്ത്രിമാരെ സംസാരിക്കുന്നു, ഭരണപക്ഷത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചോദ്യം ഉത്തരം. അപ്പോൾ ഇങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് തങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതി പ്രതിപക്ഷത്തുള്ളവർ സ്പീക്കറുടെ ഡയസിൻ്റെ മുന്നിലേക്ക് ചെന്ന് സമരം വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിൽ ഈ പ്രതിപക്ഷ അംഗങ്ങളിൽ ആരുടെയോ തള്ളിക്കയറ്റം വാച്ച് ആൻഡ് വാർഡിൻ്റെ അടുത്തവർക്ക് എത്തുന്നു. അത് സ്വാഭാവികമാണ്. ഈ വാച്ച് ആൻഡ് വാർഡിനെ അതിനകത്ത് നിർത്തിയിരിക്കുന്നത് തന്നെ പോലീസ് സേനയിൽ വാച്ച് ആൻഡ് വാർഡ് ഡെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, എൻ്റെ നാട്ടിലെ ഒരു പദപ്രയോഗമുണ്ട്, അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു വായ്മൊഴിയുണ്ട്, അതിലിങ്ങനെ ഒരു വാചകമുണ്ട്, എട്ട് മുക്കാൽ അടി വെച്ചതുപോലെ. എന്ന് വെച്ചാൽ പൊക്കം കുറഞ്ഞ ഒരാള് ഈ കാണിക്കുന്ന ഈ പരാക്രമം ഇത്ര പൊക്കമേ ഉള്ളൂ. ഈ പൊക്കം വെച്ചുകൊണ്ട് കാണിക്കുന്ന പരാക്രമം കണ്ടോ? 8 മുക്കാൽ അടി വെച്ചും കൊണ്ട്, അതായത് ആ ശരീരം പൊക്കം കുറഞ്ഞ ഒരാളിനെ, അത് ആരെന്ന് പറയും, പ്രതിപക്ഷ അംഗങ്ങൾ മൊത്തത്തിലല്ല, പൊക്കം കുറഞ്ഞ ഒരു പ്രതിപക്ഷ അംഗത്തെയാണ് അദ്ദേഹം ഈ രീതിയിൽ സംസാരിച്ചത്. അതായത് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം തീർച്ചയായിട്ടും ഒരു ബോഡി ഷെയ്മിങ് തന്നെയാണ്. അതിന് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്ന, അതും കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹം വാങ്ങിച്ച ശബരിമല ഫംഗ്ഷനിൽ, പമ്പയിൽ നടന്ന ഫംഗ്ഷനിൽ പോലും ഇവിടെ എ കെ ബാലനെ പോലുള്ള നേതാക്കൾ പറഞ്ഞത് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ലത്. ശരി, കമ്മ്യൂണിസ്റ്റുകാരന് സമഭാവന ഉള്ളവൻ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഈ തരത്തിൽ സംസാരിക്കാൻ കഴിയുമോ? പൊക്കമില്ലാത്തവൻ എന്ന പരാമർശം കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത് തെറ്റ് തന്നെയാണെന്നാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഷ. അങ്ങനെ ഒരിക്കലും മുഖ്യമന്ത്രി പറയാൻ പാടില്ല. അത് സഭാരേഖകളിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യം പൊതുവെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നമുക്കിവിടെ ഉണ്ടാകുന്ന മറ്റൊരു സംശയം, ഇത് സ്പീക്കർ കേൾക്കുന്നില്ലേ? അതെ, സ്പീക്കർ ഷംസീറിന് ഇപ്പോൾ സഭയുടെ നാഥൻ എന്ന് പറയുന്നത് സ്പീക്കറാണ്, അല്ലാതെ മുഖ്യമന്ത്രിയല്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സഭയിൽ മുഖ്യമന്ത്രിയെക്കാളും സഭയിലെ എക്സ്പീരിയൻസ് കുറവ് ഷംസീറിന് ഉണ്ട് എന്നുള്ളത് തന്നെ ആ ഒറ്റ കാരണം കൊണ്ടാണോ, അത് ഇനി അവരുടെ പാർട്ടിയിൽ സീനിയോറിറ്റി പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണോ എന്തോ ഷംസീറിൻ്റെ സ്വരത്തിന് യാതൊരു ശക്തിയുമില്ല. ഇനി ശിവൻകുട്ടിയും ഷംസീറും തമ്മിൽ വരെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസലുണ്ടായി എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ വായ്മൊഴി വഴക്കങ്ങൾ, നാട്യശീലങ്ങൾ പ്രതിപക്ഷ അംഗത്തെ ഇങ്ങനെ ഈ രീതിയിൽ 8 മുക്കാൽ അടിവെച്ച് എന്ന നിയമസഭയുടെ ഈ 8 മുക്കാൽ അടിയും വെച്ചുകൊണ്ട് നിയമസഭയുടെ പരിരക്ഷ, നിയമസഭയിൽ ഈ കാണുന്ന ഈ രൂപം വെച്ചുകൊണ്ട് നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥം. വെറും 8 മുക്കാൽ അടിയെന്നല്ല, ഈ പൊക്കവും വെച്ചുകൊണ്ട്, നമ്മൾ നാട്ടുഭാഷയിൽ ഞങ്ങളുടെയൊക്കെ ഉഴക്ക പൊക്കം എന്നൊക്കെ പറയും. കാര്യം പൊക്കം കുറഞ്ഞവരെ ഉഴക്ക പൊക്കേ ഉള്ളൂ, എങ്കിലും കയ്യിരിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയുന്നത് പോലെ, അതിങ്ങനെ ഒരു പാർലമെൻ്ററി ഇങ്ങനെ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പറയുക എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന രീതിയിൽ നിയമസഭയുടെ പരിരക്ഷയിൽ നിർത്തിക്കൊണ്ട് പറയുന്നത് ശരിയാണോ, അങ്ങനെ അത് ചെയ്യുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നിയമസഭയുടെ പരിരക്ഷയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന രൂപം കാണിക്കുന്നത് കണ്ടില്ലേ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്നാണ് പൊതുവേ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു പരാമർശം. ആ പദവിക്ക് ചേർന്നതല്ല സ്പീക്കർ, എന്നാൽ ഇത് തിരുത്തലിന് തയ്യാറായിട്ടുമില്ല. സഭ്യതയ്ക്ക് നിരക്കാത്ത തരത്തിൽ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാൽ അത് വെറുതെ കേട്ടുപോകാനേ ഇപ്പോൾ കഴിയുന്നുള്ളൂ. ഈ പറയുന്ന രീതിയിൽ സഭ്യതയ്ക്ക് നിരക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ അത് കേട്ടു നിൽക്കാനേ ഇപ്പോൾ സ്പീക്കറിന് കഴിയുന്നുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഷാ പ്രയോഗമാക്കി അങ്ങ് തീർക്കുകയാണ്. ഒരു നാട്ടുപ്രയോഗം ആണ്.
അല്ല, ഇത് ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ ശിവൻകുട്ടി സദസ്സിലുണ്ടായിരുന്നു അല്ലേ? അല്ല, അദ്ദേഹത്തിന് പഴയതുപോലെ എന്നുള്ളൊരു ആരോഗ്യമൊന്നുമില്ല. അല്ല, ആരോഗ്യമുള്ള കാലത്ത് ചെയ്ത ചെയ്തികൾ ഇപ്പോഴും നെറ്റിൽ പരതിയാൽ കിട്ടും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്ല, ഇന്നും അദ്ദേഹം അറിയാതെ വിളിച്ച് പറയുന്നുണ്ട്, റോജി എം ജോണിനെയൊക്കെ ഇറക്കി വിട്, എന്തിനാണ് അവിടെ ഇരുത്തിക്കണം, എന്തൊരു ബഹളം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഭാഷാ പ്രയോഗം ഒട്ടും തന്നെ ശരിയല്ല. അത് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത് സഭയുടെ രേഖകളിൽ നിന്ന് മാറ്റണം എന്നൊരാവശ്യവും വന്നിട്ടുണ്ട്. സഭയുടെ ഒരു പരിരക്ഷയ്ക്ക് ശരിക്കും അത് വേണ്ടതല്ല. പിന്നെ അതുമല്ല, അപമാനകരമാണ് ഇങ്ങനെ മുഖ്യമന്ത്രി പറയുന്നത് എന്നും ഒരു വർത്തമാനം പൊതുവെ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, മുഖ്യമന്ത്രിക്ക് എന്തും പറയാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനൊക്കെ ഇതിപ്പോൾ നേരെ തിരിച്ചാണെങ്കിൽ എങ്ങനെയായിരിക്കും? തിരുവായ്ക്ക് എതിർവായില്ല. ഇപ്പം നേരെ തിരിച്ചാണെങ്കിൽ എങ്ങനെയായിരിക്കും? അയ്യോ, അപ്പോൾ പിന്നെ പ്രശ്നമാണ്. ആകപ്പാടെ പ്രശ്നമാവും. കാര്യം മുഖ്യമന്ത്രിയെ അത് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മന്ത്രിയെ ഇത് പറഞ്ഞു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ തല്ലാൻ വേണ്ടി ചെന്നു വരെ പറഞ്ഞു. AP അനിൽകുമാർ MLA യും മാത്യു കുഴൽനാടനും കൂടെ മുഖ്യമന്ത്രിയെ തല്ലാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞയച്ചു എന്നൊക്കെ വരെ പറഞ്ഞു. ശിവൻകുട്ടി കഴിഞ്ഞ വർഷം പ്രതിപക്ഷത്തായിരുന്ന ശിവൻകുട്ടി ആ ഡെസ്കിന്റെ മേളിൽ കിടന്ന് നടത്തിയ താണ്ഡവമൊക്കെ ഓർമ്മയുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അത്രയൊന്നും ഒരിടത്തും വരില്ല. അതുപോലെ ഇതിപ്പം പ്രേമ പറഞ്ഞ പോലെ MM മണിയുടെ പരാമർശം പോലെ അടുത്ത ഒരു നാവ് പിഴയെന്ന് ഇതിനെ പറയാൻ പറ്റില്ല. അല്ല, നമ്മുടെ സംശയം, നമ്മളിങ്ങനെ വെറുതെ ഇത് പറഞ്ഞു പോകുന്നതല്ല. ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന പദപ്രയോഗം നമ്മൾ പോട്ടെ, നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്തുക. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരിക്കലും ആരുടെയും ഒരു വ്യക്തിയും ബോഡി ഷെയ്മിങ് നടത്താൻ പാടില്ല. ഈ പൊക്കം കുറഞ്ഞതാണ് എൻ്റെ ഇതെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാം ഈ പറയുന്ന പോലെ നമ്മുടെ ചില ഇടത് നിരീക്ഷകർ പറയും, നമ്മുടെ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ കരുതുന്ന പോലെ വലിയൊരു പ്രതിഭയൊന്നും മറ്റു കാര്യങ്ങളിലൊന്നുമില്ല. അദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്ന പ്രസംഗം അദ്ദേഹം ഇതുപോലെ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ EMS എഴുതി കൊടുത്ത പ്രസംഗം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. അതായത് ഈ പറയുന്ന പോലെ EMSന് ശേഷം പോട്ടെ നയനാർ വരെയും VS വരെയും ഒക്കെ തന്നെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാമായിരുന്നു. ഇപ്പോൾ പാർലമെന്ററി തലത്തിൽ നിയമസഭയുടെ ഏറ്റവും മുഖ്യമന്ത്രി തന്നെയാണ് സഭാംഗങ്ങളിലെ ഏറ്റവും മുതിർന്ന ആൾ. അങ്ങനെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാൾ ബോഡി ഷേമിങ് നടത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനും വല്ലാത്ത അവമതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സമൂഹം വളരെ 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 സൂക്ഷ്മതയോടെ വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്.